നമ്മളിന്ന് പ്രിൻ്ററിൽ റോളർ ക്ലീനിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സെറ്റിങ്സിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെയും കട്ടിംഗ് പ്ലയറിൻ്റെയും ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം ഈ സൈഡിലേക്കുള്ള ആരോ മാർക്ക് നമ്മൾ 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് എന്ന് കാണിക്കും. അതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഫസ്റ്റ് കാണിക്കുന്നത് നോസ് ചെക്കാണ്, എത്ര പ്രിൻ്റ് എടുത്തു, പ്രിൻ്ററിൻ്റെ ഹെഡ് ക്ലിയർ ആണോ എന്നൊക്കെ നോക്കുന്നത്. ശേഷം സൈഡിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ റോളർ ക്ലീനിങ് എന്ന് കാണും. റോളർ ക്ലീനിങ് അത് കഴിഞ്ഞാൽ BTM പ്ലേറ്റ് ക്ലീനിങ്. ആദ്യം നമ്മൾ റോളർ ക്ലീനിങ് ആണ് ചെയ്യേണ്ടത്. അതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേപ്പർ ഇട്ടിട്ടുണ്ട്, ഒരു 3 അതിലധികമോ പേപ്പർ ഇട്ട് കൊടുക്കണം. ഒരു പേപ്പർ വളരെ വേഗത്തിൽ ഇതിന് പുറത്തേക്ക് വരികയും ചെയ്യാം. അപ്പോൾ നമുക്ക് 3 പേപ്പർ, ഇതിൽ പ്രിൻ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇത് വളരെ വേഗത്തിൽ പുറത്തേക്ക് വരും. അതിനുശേഷം വീണ്ടും ആ പേപ്പർ 3 പേപ്പർ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ PVC കാർഡ് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടാതിരിക്കുമ്പോഴൊക്കെ ചെയ്യുക. PVC കാർഡ് വെച്ചിട്ടും ഇതേപോലെ തന്നെ വീണ്ടും ഈ റോളർ ക്ലീനിങ് തന്നെയാണ് വന്ന് കിടക്കുക. അതിൽ വീണ്ടും ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു 10 പ്രാവശ്യമെങ്കിലും പേപ്പർ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് പേപ്പർ, ഒരു 20 പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാനും കഴിയും. PVC കാർഡ് വെച്ചിട്ട് ഏറ്റവും അവസാനം 1 പ്രാവശ്യം 2 പ്രാവശ്യം നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരും.